എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബിഎഡ് കഴിഞ്ഞ് നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് HSA എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ. ഒരു പാഷനായി കണ്ടുകൊണ്ട് തന്നെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിയ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് HSA എന്ന് പറയുന്നത്. അപ്പോൾ HSAക്കുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളും അതേപോലെ തന്നെ പ്രിപ്പറേഷൻസും കുറച്ചുകൂടെ ഊർജിതമാക്കാനും നിങ്ങളെ കൃത്യമായ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാനുമായിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ HSAയുടെ പ്രീമിയം കോഴ്സസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് HSAയുടെ പഠനത്തിൽ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് HSAയുടെ ഒരു സീരീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. HSAയുടെ ജനറൽ പേപ്പറും അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു സീരീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മിഷൻ HSA എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകളാണ് നൽകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന HSAയും LPUPയും കേട്ടറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതുന്ന ഏതൊരു മത്സര പരീക്ഷകളായിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള എല്ലാ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും നിങ്ങളുടെ വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ, കൃത്യമായി തന്നെ പഠിച്ചു പോവാം. നല്ലൊരു റാങ്കിലേക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ പറയുന്ന പഠനം നമ്മളുടെ HSAയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ സ്ട്രാറ്റജീസോടുകൂടി കൃത്യമായ സപ്പോർട്ടോടുകൂടെ ആണെങ്കിലോ അല്ലെ, നമ്മളുടെ NCF 2005 പറഞ്ഞ പോലെ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ, അതേപോലെ തന്നെ ഷുഡ് ബി എ മെന്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു പ്രീമിയം കോഴ്സോട് കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ HSAക്ക് വേണ്ടി നാച്ചുറൽ സയൻസിനെയും ഫിസിക്കൽ സയൻസിനെയും മാത്തമാറ്റിക്സിനെയും മലയാളത്തിനെയും ഇംഗ്ലീഷിനെയും സോഷ്യൽ സയൻസിനെയും എല്ലാം പ്രീമിയം കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പഠിക്കുന്നു. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ PDF മെറ്റീരിയൽസും നിങ്ങൾക്ക് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ SCRTയും NCRTയും ഡിഗ്രി ലെവൽ കണ്ടന്റുകളും ഉൾപ്പെടുന്ന ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള PDF മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസും മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും അതോടൊപ്പം തന്നെ PYQ ഡിസ്കഷൻസും കറണ്ട് അഫയേഴ്സും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സാണ് നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 9446537080 എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ. അടുത്ത HSA നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജീസിനോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങളൊരു ഹൈസ്കൂൾ അധ്യാപികയാവും എന്നുള്ളത് മറക്കണ്ട. ഓക്കെ, ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ ഹൈസ്കൂൾ അധ്യാപികയാവുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് അല്ലേ. അപ്പോൾ ഇനി അത് സ്വപ്നം മാത്രമല്ല, യാഥാർത്ഥ്യമാക്കാം എയിം സ്റ്റഡി സെന്ററിനോടൊപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് Select the most suitable meaning. Select the most suitable meaning of learning disability. Learning disability എന്ന് വെച്ചാൽ പഠന വൈകല്യം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും ഇതിൻ്റെ ഉത്തരം കണ്ടാൽ. അതുകൊണ്ട് ഓരോ ഉത്തരവും നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ മാത്രമേ യഥാർത്ഥ ഉത്തരം എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. നോക്കൂ, എ പെർമനന്റ് ഇന്റലക്ച്വൽ കണ്ടീഷൻ ദാറ്റ് അസ്പെക്ട്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. ശ്രദ്ധിക്കുക, പഠന വൈകല്യം എന്ന് വെച്ചാൽ ഒരു രോഗമല്ല, അത് കേവലം ഒരു വൈകല്യം മാത്രമാണ്. പിന്നെയോ ഈ വൈകല്യങ്ങൾ സ്ഥിരമാകണമെന്നില്ല. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്ലസ് ചിഹ്നം ഉള്ളത് നിങ്ങൾക്ക് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നമായി മാറി കണ്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ധരിച്ചേക്കാം. മൈനസിനെ ചിലപ്പോൾ ഡിവിഷൻ എന്ന് കണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഇത് സ്ഥിരമായ ഒരു പ്രക്രിയയല്ല.
വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. സ്വാഭാവികമായിട്ടും ബാല്യകാലത്ത്, അതായത് ശൈശവകാലത്ത് ഇതൊക്കെ ഉണ്ട്. അതായത് 0 മുതൽ 3 വയസ്സ് വരെയുള്ള ശൈശവകാലത്ത് ഒരുപാട് ഡിസബിലിറ്റീസ് നമുക്കുണ്ട്. വിക്കുണ്ട്, കൊഞ്ഞയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? പല അസ്പഷ്ടതകളും വിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പറയാൻ ഫ്ലുവൻസിയോടുകൂടി പറയാൻ പറ്റാതിരിക്കുകയും, അങ്ങനെ ഒരു വാചകത്തിൻ്റെ ഒരു വാക്കിൻ്റെ ആരംഭത്തിലെ വാക്ക് ആവർത്തിച്ച് 2-3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം മാത്രം പിന്നെ സ്പീഡിലങ്ങ് പറഞ്ഞു പോകാൻ പറ്റും. ഉദാഹരണത്തിന് ഭാരതത്തിൻ്റെ ഈ കഴിഞ്ഞു കിട്ടിയാൽ ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇങ്ങനെ പറയുന്നതിലൊന്നും എവിടെയും തകരാറ് വരുന്നില്ല. ഓക്കെ, പക്ഷെ ഇതും സ്ഥിരമായി കൊള്ളണമെന്നില്ല. സാധാരണ വിക്കുകൾ കുറെ കാലം മനുഷ്യരിൽ ഉണ്ടാവും. ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറില്ല. പക്ഷെ ഒരിക്കലും മാറില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതൊന്ന്. പിന്നെ ഗണിതശാസ്ത്രത്തിലെ വൈകല്യം അഥവാ ഡിസ്കാൽക്കുലിയ, ഞാനീ പറഞ്ഞ പോലെ കൂട്ടുന്നത് ഗുണിക്കുന്നതായിട്ടും മൈനസ് ഉള്ളത് ഡിവിഷനായിട്ടൊക്കെ നമുക്ക് കണ്ടുപോവുക. അതും സ്ഥിരമല്ല. അതൊക്കെ ഒരു ബാല്യകാലത്ത്, അതായത് മാക്സിമം പോയാൽ 3 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതയാണ്. സോ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതിനനുസരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എന്ന് വെച്ചാൽ ഇത് ഒരു രോഗമല്ല, മാത്രമല്ല ഈ വൈകല്യങ്ങളൊന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല എന്നർത്ഥം. So it is not at all a permanent disabilities. Although it is they are disabilities, but they are not intellectually permanent disability. ബൗദ്ധികമായി പെർമനൻ്റ് ആയ ഡിസബിലിറ്റി അല്ല അത്. ഉദാഹരണത്തിന് ഓട്ടിസം എന്ന് പറയുന്നത് ഒരു പഠന വൈകല്യമല്ല, അതൊരു രോഗമാണ്. ബട്ട് അത് ഒരു ഇൻ്റലക്ച്വലി പെർമനൻ്റ് ഡിസബിലിറ്റി ആണ്. കാരണം അത് വേറെ കൂട്ടത്തിൽ പെടുന്നതാണ്. നമ്മൾ ഈ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ അല്ലേ? ഡിസ്ലെക്സിയ എന്ന് പറയുന്നാൽ ഭാഷയിൽ ശബ്ദങ്ങൾ ഉച്ചരിക്കാനുള്ള പ്രയാസം. ഓക്കെ. ഡിസ്ഗ്രാഫിയ വാചകങ്ങൾ എഴുതുന്നതിലുള്ള പ്രയാസം. ചിലപ്പോൾ ഇവിടുന്ന് നേരെ എഴുതി പോകേണ്ടതിന് പകരം ഇങ്ങനെ എഴുതി ഇങ്ങനെ വരും. ചിലപ്പോൾ വരികളുടെ ക്രമം തെറ്റിപ്പോകും. ചിലപ്പോൾ വരികളുടെ ചലനരേഖ മാറിപ്പോവും. ചിലപ്പോൾ വരികൾക്കിടയിലുള്ള വ്യത്യാസം മാറിപ്പോകും. പക്ഷെ ഇതൊക്കെ ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ഗ്രാഫിയ മാറ്റിയെടുക്കാവുന്നതാണ്. ഡിസ്കാൽക്കുലിയ മാറിപ്പോവും. ഓക്കെ. പിന്നെ ഡിസ്പ്രാക്സിയ ഉണ്ട്, അതായത് ശാരീരിക ചലന വൈകല്യങ്ങൾ. അത് ഒരു രോഗമല്ലാത്ത സ്ഥിതിക്ക് അതും പല തെറാപ്പികളും കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ അർത്ഥം ഇതൊന്നും എന്തല്ല, ഒരു പെർമനൻ്റ് ഇൻ്റലക്ച്വൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. പഠനത്തിൻ്റെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്ന ഒരു പെർമനൻ്റ് ഇൻ്റലക്ച്വൽ കണ്ടീഷൻ അല്ല ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ താൽക്കാലികമായ ഒരു പഠന വൈകല്യം മാത്രമാണ്. 2, a neurological condition that affects academic functioning. അടുത്തത് എ ടെമ്പററി ഇൻ്റലക്ച്വൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. ഈ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ്? ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്, അറിവ് സമ്പാദിക്കുക, അതായത് നോളജിൻ്റെ അപ്ലിക്കേഷൻ, ഓക്കെ, നോളജിൻ്റെ അനാലിസിസ്. ഇപ്പോൾ ഭാഷയിൽ കൂടി കാര്യങ്ങൾ വ്യക്തമായി ഉച്ചരിച്ച് പറയാൻ
പറ്റാത്ത ഉച്ചാരണ വൈകല്യങ്ങളൊക്കെയുള്ള കുട്ടിക്ക് പഠനത്തിൻ്റെ മറ്റു മേഖലകളായ അറിവ് സമ്പാദനം, അതേപോലെ അന്വേഷണാത്മകമായ പഠനം, ധാരണാ സമീപനം, പ്രശ്നപരിഹരണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ പഠനത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുമാണ്. അപ്പോൾ ഈ പഠനത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളെയും ബാധിക്കുന്ന ഒന്നല്ല പഠന വൈകല്യം. പഠനത്തിൻ്റെ ഏതോ ഒരു ചെറിയ ഭാഗത്തെയോ ഒന്നിലധികം ഭാഗത്തെയോ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, എനിക്ക് ഡിസ്കാൽക്കുലി ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് താൽക്കാലികമായി അതുണ്ട്, അത് ഭാവിയിൽ പരിശീലനം കൊണ്ട് മാറിയെടുക്കാവുന്നതാണ്. കൂടുതൽ വാക്കുകളും അക്കങ്ങളും ചിഹ്നങ്ങളുമായി പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും സ്ഥിരമായിട്ടുള്ള ഒരു വൈകല്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥിരമായ ഒരു ഭൗതിക വൈകല്യമല്ല അത് പഠനത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും ബാധിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പഠനത്തിൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ ബാധിക്കുന്ന താൽക്കാലിക പ്രശ്നങ്ങൾ മാത്രമാണത്. അതുകൊണ്ട് ഈ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് എന്ന് കണ്ടാൽ അത് മാറ്റിക്കും, അത് ഉത്തരല്ല. എ ഫിസിയോളജിക്കൽ കണ്ടീഷൻ that aspects all aspects of learning. Again, ഈ all aspects of learning പഠനത്തിൻ്റെ എല്ലാ വശത്തെയും ബാധിക്കുന്ന ഒരു ഡിസബിലിറ്റി അതുമല്ല, മറിച്ച് എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് അക്കാഡമിക് ഫങ്ഷനിങ്. അതായത് അക്കാഡമിക് ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ ഫങ്ഷനിങ് മാത്രമാണ്. ഇതാണ് പഠന വൈകല്യം എന്നുള്ളതിൻ്റെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. സെലക്ട് ദ ബ്രെയിൻ റീജിയൻ വിച്ച് ഈസ് ക്രൂഷ്യൽ ഫോർ ഇമോഷണൽ പ്രോസസ്സിംഗ് that undergoes significant development during adolescence. അഡോളസൻസ് പീരീഡിൽ, കൗമാരത്തിൻ്റെ കാലഘട്ടത്തിൽ എന്തിനെ വൈകാരിക സംസ്കരണത്തെ, ഇമോഷണൽ പ്രോസസ്സിങ്ങിനെ ബാധിക്കുന്ന, തകരാറിലാക്കുന്ന ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഏതാണ്? ബാധിക്കുന്നതല്ല, അതിനെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ദറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ഇമോഷണൽ പ്രോസസ്സിംഗ് അണ്ടർഗോസ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ്. നിങ്ങൾ ഈ ഡ്യൂറിങ് അഡോളസൻസ് എന്നുള്ളതൊക്കെ ഒഴിവാക്കിക്കോളും. ഏത് പീരീഡിലായാലും ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഹിപ്പോകാമ്പസ്, കാമ്പസ്, സെറിബെല്ലം, അമിഗ്ഡല ആൻഡ് ഫ്രോണ്ടൽ കോർട്ടക്സ്. നമുക്കറിയാം ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഏകദേശം 90% ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബ്രം ആണ്. അറിയാമെല്ലാവർക്കും. ഈ സെറിബ്രത്തെ നമുക്ക് ഒരു ചിത്രത്തിൽ കൂടി ഇങ്ങനെ വരക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാം. ഈ താഴോട്ട് ഇങ്ങനെ പോകുന്നത് സ്പൈനൽ കോഡാണ് കേട്ടോ, സ്പൈനൽ കോഡ്. ഇനി ഈ സെറിബ്രത്തെ 4 ഭാഗമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കൂ, ഇതിൻ്റെ ഫ്രോണ്ടൽ ലോബ്, അതായത് നമ്മുടെ ഈ ഭാഗം മുൻവശം ബ്രെയിനിന് ഇത് നെറ്റിയാണ്, അതല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തലച്ചോറിൻ്റെ മുൻഭാഗത്തെയാണ് നമ്മൾ ഫ്രോണ്ടൽ ലോബ് എന്ന് വിളിക്കുന്നത്. ഫ്രോണ്ടൽ ലോബ്. ഇതിൻ്റെ നേരെ പിറകുവശത്തുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ബ്രാക്കറ്റ് ഇങ്ങോട്ടുള്ള ഭാഗം, ഇതാണ് ഓക്സിപിറ്റൽ ലോബ്. ഓക്സിപിറ്റൽ ലോബ്. പിന്നെ ഇത് പറയുന്നത് മേലെയുള്ളത്, താഴെയുള്ളത് ടെമ്പോറൽ ലോബ്. ടെമ്പോറൽ ലോബ്.
പിന്നെ ഇത് പെരിറ്റൽ ലോബ്. ഓക്കെ, സോ ബ്രെയിനിനെ നമ്മൾക്ക് ഇങ്ങനെ 4 ലോബുകളായിട്ട് തിരിക്കാവുന്നതാണ്. ഫ്രോണ്ടൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, പെരിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്. അപ്പോൾ ഈ ഓരോ ലോബിലും ഓരോ ഫങ്ഷനിങ് ഉണ്ട്, ഓരോ പ്രവർത്തനം ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രെയിൻ അതിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ ഓരോ ഏരിയാസ്. ഓക്കെ, അതായത് ഈ ഫ്രോണ്ടൽ ലോബ് നിങ്ങളുടെ പ്രശ്നപരിഹരണത്തിനും ചിന്തക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഓർമ്മക്ക്, പ്രശ്നപരിഹരണം, ചിന്ത, ഓർമ്മ, വിവര സംസ്കരണം, ഈ ഭാഗങ്ങളൊക്കെ ഉള്ളത്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രത്തിൻ്റെ ഫ്രോണ്ടൽ ലോബാണ്, മുൻവശം കാണുന്ന ഭാഗമാണ്. ഓക്കെ, ഞാനീ കാണിക്കുന്നത് നെറ്റിയല്ല, ഇതിൻ്റെ പിറകിൽ ഈ തലയോട്ടിയുടെ പിറകിലുള്ള ഉള്ളിലുള്ള തലച്ചോറിൻ്റെ ഭാഗം, അതിൻ്റെ മുൻവശം, അതിനെയാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ചിന്ത, തോട്ട്, അതുപോലെ തന്നെ വിവര സംസ്കരണം, ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടക്കുന്നത്, അതുപോലെ പ്രോബ്ലം സോൾവിങ് നടക്കുന്നത്, അതൊക്കെ ഇവിടെ വെച്ചാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ആഘാതം കിട്ടുകയോ ഇവിടെ ക്ഷതമേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വിവര സംസ്കരണവും ചിന്തയും അതുപോലെ തന്നെ പ്രശ്നപരിഹരണവും അസാധ്യമായി തീരും. ഇനി ഞാൻ ഇതിൻ്റെ നേരെ പിറകിലുള്ള ഭാഗത്തേക്ക് ഓക്സിപിറ്റൽ ലോബിലേക്ക് പോവുകയാണ്. അതായത് ഈ ഫ്രോണ്ടൽ ലോബിൻ്റെ മുന്നിലുള്ള ഭാഗമാണ് ഓക്സിപിറ്റൽ ലോബ്. പ്രധാനമായിട്ടും ഇത് വിഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഓക്സിപിറ്റൽ ലോബ്. നിങ്ങളൊരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മുന്നിൽ വരുന്ന സ്കൂട്ടർ നിങ്ങൾ കാണുന്നുണ്ട്, മുന്നിലെ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ട്, മുന്നിലെ വസ്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ട്. അവ എത്ര അകലെയാണ്, എത്ര ദൂരത്താണ്, എത്ര അടുത്താണ്, ഇതൊക്കെ തീരുമാനിക്കുന്നതും അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ വിഷന് കാരണമാകുന്ന ഓക്സിപിറ്റൽ ലോബ് ആണ്. അപ്പോൾ ഇവിടെ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ തലയടിച്ചിങ്ങനെ ബാക്കിൽ വീണ് ഇവിടെ ഓക്സിപിറ്റൽ ലോബിന് എന്തോ ചെറിയ തകരാറ് പറ്റി. അപ്പോൾ ഡോക്ടർ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വാഹനം ഓടിക്കരുത് എന്ന്. എന്തിനാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ രാത്രി നിങ്ങൾ പ്രത്യേകിച്ച് ഓടിക്കരുത് എന്ന് പറയും. ഞാനാണ് ഡോക്ടറെങ്കിൽ ഞാൻ പറയും. എന്തുകൊണ്ട്? എതിരെ വരുന്ന വാഹനം, ലൈറ്റിട്ട് വരുന്ന വാഹനം, ആ വാഹനം നമ്മളിൽ നിന്ന് എത്ര അകലെയാണ് എന്ന് നമുക്ക് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് മാറി സഞ്ചരിക്കാൻ വേണ്ടി പറ്റൂ. ചിലപ്പോൾ ഈ കാഴ്ചയുടെ അകലം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് ഓക്സിപിറ്റൽ ലോബിലുണ്ടാവുന്ന തകരാറുകൾ കൊണ്ടോ പ്രോബ്ലംസ് കൊണ്ടോ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുത് എന്ന് പറയുന്നു. സോ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ഓക്സിപിറ്റൽ ലോബാണ് വിഷന് കാരണമാകുന്നത്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ദ ബ്രെയിൻ റീജിയൻ, ദീസ് ആർ ദ 4 regions, okay, ബ്രെയിൻ്റെ region which is crucial for emotional processing that undergoes significant development. ഈ ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് ഈ താഴെ ഭാഗത്ത് കിടക്കുന്ന ടെമ്പോറൽ ലോബാണ്. അതായത് ഫ്രോണ്ടൽ ലോബിൻ്റെയും ഓക്സിപിറ്റൽ ലോബിൻ്റെയും താഴെ, ഇവിടെയല്ല, എനിക്കിവിടെ തൊട്ട് കാണിക്കാൻ പറ്റൂ, ഇതിൻ്റെ മേലെ ഭാഗം, ഇതിൻ്റെ മേലെ ഭാഗം, അതായത് ഈ മുന്നിൽ കാണുന്നതിൻ്റെ പിറകു ഭാഗം, ഇതിൻ്റെ മേലെ ഭാഗം, ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും നടുക്ക് താഴെയുള്ള ഭാഗം, ദറ്റ് ഈസ് കോൾഡ് ടെമ്പോറൽ ലോബ്. ഈ ടെമ്പോറൽ ലോബിൽ ഒരു ചെറിയ സാധനമുണ്ട് ഹിപ്പോകാമ്പസിൻ്റെ അടുത്ത്. അതിനെയാണ് നമ്മൾ അമിഗ്ഡാല എന്ന് പറയുന്നത്. അമിഗ്ഡാല ഭയം, ആൻസൈറ്റി, ഉൾഭയം, ആശങ്ക തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇമോഷണൽ പ്രോസസ്സിങ്ങിനെ ബാധിക്കുന്നത് ഇതാണ്. ഈ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗമാണ്.
അത് ടെമ്പോറൽ ലോബിൻ്റെ ഭാഗമാണ്. ഇവിടെ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കോർട്ടെക്സ് എന്നും പറയാം, ലോബ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രോണ്ടൽ ലോബ് എന്ന് കൊടുക്കാത്തത് കൊണ്ട്, സോറി, ടെമ്പോറൽ ലോബ് കൊടുത്തിട്ടില്ല. ടെമ്പോറൽ ലോബിലെ ഒരു ചെറിയ ഭാഗം, അതാണ് അമിഗ്ഡാല. അമിഗ്ഡാല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഉത്തരം സി ആണ്, അമിഗ്ഡാലയാണ്. അടുത്തത്, ദ ടേം യൂസ്ഡ് ഫോർ ദ process of restructuring or modifying existing block of knowledge to incorporate new information. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പിയാഷയെ കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് എങ്ങനെയാണ് നിലവിലെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ അനുഭവങ്ങളുമായി പരിചയപ്പെട്ടതിന് ശേഷം അവയിലുണ്ടാകുന്ന അപരിചിതത്വത്തെ ഒഴിവാക്കിക്കൊണ്ട് സമായോജനം നടത്തിക്കൊണ്ട് അസിമിലേറ്റ് ചെയ്യുന്നു, നിലവിലെ സ്കീമയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ സ്കീമ വളരുന്നു. സ്കീമ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറഞ്ഞത്. അസിമിലേഷൻ നടത്തണമെങ്കിൽ ഞാൻ പറഞ്ഞു അഡാപ്റ്റേഷൻ ആവശ്യമാണ്, സമായോജനം നടത്തേണ്ടത് ആവശ്യമാണ്. അതാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത്. അതേ വീഡിയോയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് 3 വയസ്സുള്ള ഒരു കുട്ടി, വീട്ടിൽ കിളിയൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ ആകാശത്ത് ഒരു വിമാനം പോകുമ്പോൾ അതിനെ കിളിയായിട്ട് സങ്കല്പിച്ചു. അപ്പോൾ അമ്മ വന്ന് കുട്ടിയോട് ആ ഇൻഫർമേഷൻ, ആ സ്കീമയുണ്ടല്ലോ, ആ പുതിയ അറിവ്, അവിടെ കുട്ടിക്കുണ്ടായ അപരിചിതത്വം കാരണമാണ് കുട്ടി അതിനെ കിളിയെന്ന് വിളിച്ചത്. അമ്മ വന്നിട്ട് അതിനെ മാറ്റിക്കൊടുത്തപ്പോൾ കുട്ടിക്ക് സമായോജനം അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് അത് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അക്കമഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിലവിലെ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ വരും. ഉദാഹരണം കൂടി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു അലമാരയിലേക്ക് നിങ്ങൾ കുറേ വസ്ത്രങ്ങൾ വെക്കുമ്പോൾ നിലവിലുള്ള വസ്ത്രത്തെ ഒന്ന് അമർത്തുകയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയോ ഒക്കെ ചെയ്ത് സ്പേസ് ഉണ്ടാക്കണം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, the term used for the process of restructuring or modifying the existing block of knowledge to incorporate new information is called accommodation. നിലവിലുള്ള അറിവിൻ്റെ കൂട്ടത്തിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ഓഫ് നോളജിൽ ഉണ്ടാവുന്ന മാറ്റത്തെ, റിഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്കമഡേഷൻ എന്ന് വിളിക്കുന്നത്. പിയാഷെ മുന്നോട്ട് വെച്ച ടേമാണത്. ഇതിലെല്ലാ ടേമും പിയാഷെ മുന്നോട്ട് വെച്ചതാണ്. ഇക്വിലിബ്രേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഇക്വിലിബ്രേഷൻ നടത്തിയത്? കുട്ടി കിളിയെ കണ്ട് വിമാനമെന്ന് തെറ്റിദ്ധരിച്ചോ, അമ്മ വന്നിട്ട് അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ കുട്ടിക്ക് അത് ഇക്വിലിബ്രേഷൻ നടത്താൻ വേണ്ടി പറ്റി. അടുത്ത ചോദ്യം, ദ ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് ദ ഐഡിയ അസോസിയേറ്റഡ് വിത്ത്. ഇതിൻ്റെ ഉത്തരവും ഞാൻ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വിശദീകരിച്ചിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് പിയാഷയെ കുറിച്ച് പറയുമ്പോൾ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പിയാഷയുടെ എപ്പിസ്റ്റമോളജിയെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് വിളിക്കാൻ കാരണം ബേസിക്കലി പിയാഷെ ഈസ് എ ബയോളജിസ്റ്റ് ദെൻ എ സൈക്കോളജിസ്റ്റ്. അപ്പോൾ പിന്നെ അത് ആ വാക്ക് ഓർമ്മയില്ല ആൾക്ക്, ഈ ചോദ്യത്തിന് ഉത്തരം വേഗം കിട്ടും. ദ ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഐഡിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് പിയാഷെ. എളുപ്പം മനസ്സിലായി. അടുത്തത്, സെലക്ട് ദ ടേം ഫോർ ദ പ്രൊവിഷൻ ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആസ് മെൻഷൻഡ് ഇൻ ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആക്ടാണ് PWD ആക്ട്. അതായത് 1992 പറഞ്ഞു തീരുന്നതിന് മുമ്പ് സംശയം ഉണ്ടാവരുത് കേട്ടോ. നിങ്ങൾ പറയും 1995 അല്ലേ സാറെന്താ 92 എന്ന് പറയുന്നത്? എന്നെ ഫോളോ ചെയ്യുക. 1992 ഐക്യരാഷ്ട്രസഭയുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതായത് വൈകല്യം ബാധിക്കുന്ന കുട്ടികളുടെ പുരോഗമനത്തിനുള്ള അവരെ സഹായിക്കാനുള്ള ഒന്നിനു വേണ്ടിയിട്ട്
ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ. 1902 ആ കൺവെൻഷൻ ഉണ്ടായത്. അത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ ആയിരുന്നു. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയം ഇന്ത്യക്കും ബാധകമാണ്. പക്ഷെ ഇന്ത്യക്കുള്ളിൽ ബാധകമാക്കണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് കൂടിയിട്ട് അതിന് തക്കതായ നിയമനിർമ്മാണം നടത്തണം എന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. യുവർ സോ മെച്ചുവേർഡ്. അപ്പോൾ ഈ 92 ഈ UN കൺവെൻഷൻ പ്രകാരമെടുത്ത തീരുമാനപ്രകാരം 1995 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആക്ടാണ് PWD ആക്ട്. ഓക്കെ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആക്ട് 2016 അമെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1995 ഒറിജിനലി ഈ ആക്ട് പാസ്സാക്കുമ്പം there were 7 disabilities, person with a disability. There were 7 disabilities incorporated under this act, and when it was amended in the year 1916, 14 more disabilities were also added. So altogether we have 21 disabilities under Person with Disabilities Act. അപ്പോൾ 95 ആക്ടിൽ നമ്മൾ PWD ആക്ട് എന്നും 2016 അതിനെ റിവൈസ് ചെയ്തപ്പോൾ റിവൈസ്ഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അഥവാ RPWD ആക്ട് 2016 എന്നും പറയുന്നു. ഓക്കെ, ഇനി ഈ ഡിസബിലിറ്റി ആക്ടിൽ പ്രൊവിഷൻ ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഡിസബിലിറ്റി ഉള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വൈകല്യമുള്ളവർക്ക്, ഇപ്പം നടക്കാൻ പറ്റാത്തവർക്ക് കസേര, ഒരു കാൽ മാത്രം ഉള്ളവർക്ക് അത് കുത്തിപ്പിടിക്കുന്ന വടിയോ കാര്യങ്ങളോ അല്ലേ, ഇങ്ങനെയുള്ള ടെക്നോളജി പ്രൊവൈഡ് ചെയ്യണം എന്ന് ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡിസബിലിറ്റീസിനെ മറികടക്കാൻ അവർക്ക് സാങ്കേതിക സഹായം ആവശ്യമാണ്. അത് നിയമത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വ്യവസ്ഥയാണ്. Now the question is, what is the term used for provision of aids and appliances of Person with Disabilities Act as mentioned in the PWD Act? Adaptive technology, assistive technology, accommodative technology, anchoring technology. സോ ഇവിടെ അതിന് പറഞ്ഞ പേര് അസിസ്റ്റീവ് ടെക്നോളജി എന്നാണ്, സഹായിക്കാനുള്ള സാങ്കേതിക വിദ്യ. ഓക്കെ, അസിസ്റ്റീവ് ടെക്നോളജി. ഈ ഇതിൽ മാത്രമല്ല, പലതിലും അസിസ്റ്റീവ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. PWD ആക്ടിൽ മാത്രമല്ല. ഓക്കെ, ഒരു ATM വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ATM ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേറെ അസിസ്റ്റീവ് ടെക്നോളജീസ് വേറെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിന് പറയുന്ന പേര് സഹായക സാങ്കേതിക വിദ്യ എന്നാണ്. ഓക്കെ, അങ്ങനെ സഹായം നൽകിക്കൊണ്ട് അവരെ മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക. ഇതിൻ്റെ ടെക്നോളജിയുടെ പേരാണ് അസിസ്റ്റീവ് ടെക്നോളജി. ഓക്കെ.